അമേരിക്കയുടെ പോയവാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. സെന്റ് തോമസ് സീറോ മലബാർ രൂപതയിലെ ആത്മായ സംഘടനയായ സീറോ മലബാർ കത്തോലിക്ക കോൺഗ്രസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 2024 സെപ്റ്റംബർ 27 മുതൽ 29 വരെ ദേശീയ തലത്തിൽ ഫിലാഡൽഫിയയിൽ നടന്ന സീറോ മലബാർ കുടുംബ സംഗമത്തിന്റെ തീം സോങ് ഫാമിലി കോൺഫറൻസിന്റെ മുഖ്യ രക്ഷാധികാരിയും ഷിക്കാഗോ സീറോ മലബാർ രൂപത ബിഷപ്പുമായ മാർ ജോയ് ആലപ്പാട്ട് റിലീസ് ചെയ്തു. ആതിഥേയരായ ഇടവക വികാരി റവറൻ ജോർജ് ദാനവേലിൽ, കോൺഫറൻസ് ചെയർപേഴ്സൺ ജോർജ് മാത്യു CPA, ജനറൽ സെക്രട്ടറി ജോസ് മാളയ്ക്കൽ, ട്രഷറർ ജോർജി വി ജോർജ്, നാഷണൽ കോർഡിനേറ്റർ ജോജോ കോഡൂർ, വിവിധ സബ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിബിച്ചൻ ചെമ്പ്ളയിൽ, ഷൈൻ തോമസ്, സജി സെബാസ്റ്റ്യൻ, ജോസ് തോമസ്, ജെറി കുരുവിള, ഷാജി മിറ്റത്താനി, ലിറ്റി മെൽവിൻ, സിബിച്ചൻ മൂക്കാടൻ, പോളച്ചൻ വറീദ്, അഭിലാഷ് രാജൻ, JB ജോർജ്, ടീന ചെമ്പ്ളയിൽ, മോളി മന്നാട്ട്, സ്വപ്ന സജി, ജെറി ജെയിംസ്, ജോസ് പാലത്തിങ്കൽ, ജെയ്സ സെബാസ്റ്റ്യൻ, മെൽവിൻ, ജാനിസ് ജെയ്സ എന്നിവർ ലളിതമായ ചടങ്ങിൽ പങ്കെടുത്തു. ജൂബിലി മംഗളഗാനം പാടാം, SMCCയിൽ അണിചേരാം എന്ന് തുടങ്ങുന്ന ശ്രുതിമധുരമായ ഗാനം ആലപിച്ചത് ആതിഥേയരായ ഇടവകയിലെ ഗായക സംഘാംഗങ്ങളായ ഷൈൻ തോമസ്, ലിറ്റി മെൽവിൻ, അൻസു, പൂർണിമ ജോർജ് എന്നിവരാണ്. SMCCയുടെ ചരിത്രവും ലക്ഷ്യങ്ങളും മധുരമനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ അവതരണ ഗാനം രചിച്ചത് ബേബി പൂവത്തോടും സംഗീതം നൽകിയത് ബേബി ജോസഫ് കുറ്റിയാനിക്കലും ശബ്ദമിശ്രണം നിർവഹിച്ചത് ടിജോ സേവ്യറുമാണ്. റെക്കോർഡിംഗ് ജോയൽ ബോസ്കോയും ആണ്. ലിറ്റി മെൽവിനാണ് വീഡിയോ നിർമ്മാണം നടത്തിയത്. ഇടവക വികാരി റവറൻ ഡോക്ടർ ജോർജ് ദാനവേലിന്റെ പ്രാർത്ഥനാ സഹായങ്ങളും സാങ്കേതിക ഉപദേശങ്ങളും വീഡിയോ ക്വാളിറ്റിയിൽ പ്രതിഫലിക്കുന്നു. SMCCയുടെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ദേശീയ കുടുംബ സംഗമം വടക്കേ അമേരിക്കയിലെ സീറോ മലബാർ കത്തോലിക്കക്കാരുടെ ഏറ്റവും വലിയ ഒത്തുചേരലായിരിക്കും. 2024 സെപ്റ്റംബറിൽ നടന്ന സീറോ മലബാർ കുടുംബ സംഗമത്തിന്റെ നടത്തിപ്പിനായി ദേശീയ തലത്തിൽ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ രക്ഷാധികാരിയും SMCC നാഷണൽ ഡയറക്ടർ റവറൻ ഫാദർ ജോർജ് എളമ്പശ്ശേരിൽ, ആതിഥേയ ഇടവക വികാരി റവറൻ ഡോക്ടർ ജോർജ് ദാനവേലിൽ എന്നിവർ രക്ഷാധികാരികളും, ചെയർപേഴ്സണായ ജോർജ് മാത്യു CPA, കോ ചെയർപേഴ്സൺസായ ഡോക്ടർ ജെയിംസ് കുറിച്ചി, മേഴ്സി കുര്യാക്കോസ്, ജനറൽ സെക്രട്ടറി ജോസ് മാളയ്ക്കൽ, ജോയിന്റ് സെക്രട്ടറി ഷോണിമ മാറാട്ടിൽ, ട്രഷറർ ജോർജ് വി ജോർജ്, നാഷണൽ കോർഡിനേറ്റർമാരായ ജോജോ കോട്ടൂർ, ജോസ് കണ്ണൂക്കാടൻ എന്നിവരും വിവിധ സബ് കമ്മിറ്റി ചെയർപേഴ്സണും ഉൾപ്പെടെ രൂപീകരിച്ചുള്ള സിൽവർ ജൂബിലി കമ്മിറ്റിക്ക് SMCC നാഷണൽ പ്രസിഡന്റ് സിജിൽ പാലക്കലോടി, ജനറൽ സെക്രട്ടറി മേഴ്സി കുര്യാക്കോസ്, ബോർഡ് ചെയർമാൻ ജോർജ് കുട്ടി പുല്ലാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകുന്ന നാഷണൽ കമ്മിറ്റി അംഗങ്ങളുടെയും ഫിലാഡൽഫിയ ഇടവകയുടെ കൈക്കാരന്മാരായ സജി സെബാസ്റ്റ്യൻ, ജോജി ചെറുവേലിൽ, ജോസ് തോമസ്, പോളച്ചൻ വറീദ്, ജെറി കുരുവിള എന്നിവരെയും ചാപ്റ്റർ പ്രതിനിധികളുടെയും സഹകരണങ്ങളും പിന്തുണയും കരുത്തു പകരും. കോൺഫറൻസിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും ആഘോഷമായ ദിവ്യബലി, യുവജന സമ്മേളനം, വൈവിധ്യമാർന്ന കലാപരിപാടികൾ, യൂത്ത് വോളിബോൾ ടൂർണമെന്റ്, നസ്രാണി തനിമയിലുള്ള പ്രൊസക്ഷൻ, മതബോധന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, ഫിലാഡൽഫിയ സിറ്റി ടൂർ, കലാമത്സരങ്ങൾ, യുവജനങ്ങൾക്കും മുതിർന്നവർക്കും പ്രത്യേക സെമിനാറുകൾ, യങ് പ്രൊഫഷണൽസ് മീറ്റ്, 25നും 50നും ഇടയിൽ പ്രായമുള്ള ജൂബിലി കപ്പിൾസിനെ ആദരിക്കൽ, മത അധ്യാപക സംഗമം, ലിറ്റർജിക്കൽ കൊയർ ഫെസ്റ്റ്, മിസ് സീറോ ക്യൂൻ മത്സരം, ബാങ്ക്വറ്റ് എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണ കോൺഫറൻസുകളിൽ നിന്ന് വ്യത്യസ്തമായി താരതമ്യേന ചെലവേറിയ ഹോട്ടലുകൾ ഒഴിവാക്കി വളരെ മിതമായ നിരക്കിലുള്ള രജിസ്ട്രേഷൻ പാക്കേജുകൾ നൽകി എല്ലാ വിഭാഗം കുടുംബങ്ങളെയും ഇതിൽ പങ്കെടുപ്പിക്കുവാൻ സംഘാടകർ ശ്രമിക്കുന്നു. 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് $150, ദമ്പതികൾക്ക് $300, 4 പേരടങ്ങിയ ഫാമിലിക്ക് $500 രജിസ്ട്രേഷൻ ഫീസ്. www.smccjubilee.org എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിരിക്കും സൗകര്യം. രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ജോർജ് മാത്യു CPA, ജോസ് മാളയ്ക്കൽ, സിബിച്ചൻ ചെമ്പ്ളയിൽ, ജെയിംസ് കുറിച്ചി എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫൊക്കാനയുടെ 2024-26 ട്രസ്റ്റി ബോർഡ് ചെയർമാനായി ജോജി തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് ചെയറായി സതീശൻ നായരും ട്രസ്റ്റി ബോർഡ് സെക്രട്ടറിയായി ബിജു ജോൺ കൊട്ടാരക്കരയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്ന സജി പോത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയും സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനും മീറ്റിംഗിൽ സന്നിഹിതരായിരുന്നു.
ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയും സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനും മീറ്റിംഗിൽ സന്നിഹിതരായിരുന്നു. ഫൊക്കാന ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സായ മുൻ പ്രസിഡന്റ് ജോർജി വർഗീസ്, ജോജി തോമസ്, സണ്ണി മറ്റമന, കലാഷാഹി, ബിജു ജോൺ, സതീശൻ നായർ, ടോണി കല്ലുകാവിങ്കൽ എന്നിവർ പങ്കെടുത്തു. കാനഡയ്ക്ക് അഭിമാനമായി ട്രസ്റ്റി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോജി തോമസ് ഫൊക്കാനയുടെ ട്രസ്റ്റി ബോർഡ് മെമ്പർ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് ട്രസ്റ്റി ബോർഡ് ചെയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ വർഷത്തെ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുകയും ഫൊക്കാന തിരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞത് ജോജി തോമസിന്റെ കഴിവുകൊണ്ടുകൂടിയാണ്. കാനഡയിൽ നിന്നുള്ള ഫൊക്കാനയുടെ ഏറ്റവും ശക്തനായ നേതാവ് കൂടിയാണ് അദ്ദേഹം. കാനഡയിൽ ആദ്യമായാണ് ഫൊക്കാനയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായി കാനഡയിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. കാനഡ, ലണ്ടൻ, ഒന്റാരിയോ മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റായ ജോജി തോമസ് കാനഡ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന സാമുദായിക കാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. കാനഡയിൽ 2 ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. റിയൽ തോംസൺ ഫുഡ്സ് എന്ന സ്നാക്സ് മാനുഫാക്ചറിംഗ് കമ്പനിയും ലണ്ടൻ, ഒന്റാരിയോയിൽ മിന്റ് ലീവ്സ് ഇന്ത്യൻ കിച്ചൺ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റും നടത്തുന്നുണ്ട്. ലണ്ടൻ സെന്റ് മേരീസ് സീറോ മലബാർ പള്ളിയിൽ നിന്നും 3 തവണ ട്രസ്റ്റിയായിരുന്ന ജോജി സേക്രഡ് ഹാർട്ട് സീറോ മലബാർ മിഷന്റെ മുൻ പാരിഷ് കൗൺസിൽ അംഗമാണ്. ബിൽഡിംഗ് കമ്മിറ്റി ചെയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ലണ്ടൻ ജ്ഞാനായ കാത്തലിക് ചർച്ചിന്റെ പാരിഷ് കൗൺസിൽ മെമ്പറും ഡയറക്ടറേറ്റ് ഓഫ് ജ്ഞാനായ കാത്തലിക് ഇൻ കാനഡയുടെ ചെയർമാനുമാണ്. പാല വള്ളിച്ചിറ സ്വദേശിയായ ജോജി കാനഡയിലേക്ക് കുടിയേറിയ ശേഷം കാനഡയിലെ മലയാളികളുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഭാര്യ രേഖ ജോജി, മക്കൾ ജെറീമ, ജോനാഥൻ, ജൈഡൻ എന്നിവരാണ്. വൈസ് ചെയറായി തിരഞ്ഞെടുക്കപ്പെട്ട സതീശൻ നായർ നാഷണൽ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. മിഡ് വെസ്റ്റ് മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ സതീഷ് NFIAയുടെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഷിക്കാഗോ FIAയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുള്ള സതീഷ് KHNAയുടെ വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി വൈസ് ചെയർ, കമ്മിറ്റി മെമ്പർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഓവർസീസ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായ സതീഷ് IOC USA കേരള പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. ഗീതാമണ്ഡലം സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കരുണ ഫൗണ്ടേഷന്റെ ചെയർമാനായും പ്രവർത്തിക്കുന്നു. ലോക കേരള സഭ മെമ്പർ കൂടിയാണ് സതീഷ് നായർ. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി സ്കൂൾ, കോളേജ് തലങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തി നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുള്ള സതീഷ് നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഭാര്യ വിജി നായർ, മക്കൾ വരുൺ നായർ, നിതിൻ നായർ എന്നിവരോടൊപ്പം ഷിക്കാഗോയിലാണ് താമസം. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജു ജോൺ ഫൊക്കാനയുടെ 2022-2024 ഭരണസമിതിയിൽ ട്രഷററായി പ്രവർത്തിച്ചു നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്. അസാധാരണമായ സാമ്പത്തിക കാര്യനിർവഹണവും സംഘടനാ വൈദഗ്ധ്യവുമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഫൊക്കാനയുടെ മുൻ അഡീഷണൽ അസോസിയേറ്റ് ട്രഷററായും പ്രവർത്തിച്ചിട്ടുള്ള ബിജു നിലവിൽ ലോക കേരള സഭാംഗമാണ്. അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ ബിജു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്റർ ഭാരവാഹിയായിരുന്നു. ഫൊക്കാനയുടെ ത്രൈമാസികയായ ഫൊക്കാന ടുഡേയുടെ ചീഫ് എഡിറ്ററായും കൺവെൻഷൻ മാഗസിൻ ചീഫ് എഡിറ്ററായും കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് സിൽവർ ജൂബിലി സുവനീർ ചീഫ് എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ കേരള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റഡ് അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ ന്യൂസ് ലെറ്റർ ആൻഡ് പബ്ലിക്കേഷൻസ് കോർഡിനേറ്ററാണ്. കീൻ ലോങ് ഐലൻഡ് റീജിയണൽ വൈസ് പ്രസിഡന്റ്, പബ്ലിക് റിലേഷൻ കോർഡിനേറ്റർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, MBA എന്നീ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ബിജു ജോൺ കൊട്ടാരക്കര ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. ഭാര്യ ഷിജി ജോൺ, മക്കൾ ക്രിസ്റ്റീന, ജോവാന എന്നിവരുമൊത്ത് ന്യൂയോർക്കിലാണ് താമസം. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ ഫോമയുടെ 2024-26 വർഷത്തേക്കുള്ള അഡ്വൈസറി കൗൺസിൽ സെക്രട്ടറിയായി ശ്രീ സൈജൻ കണിയോടിക്കൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓഗസ്റ്റ് 9 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ലോക പ്രശസ്തമായ പൊൻഡാക്കാനയിൽ ബാഴ്സലോ ബവാറോ പാലസ് 5 സ്റ്റാർ റിസോർട്ടിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. നോർത്ത് അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചു കിടക്കുന്ന 12 റീജിയനുകളിലായി 84-ൽ പരം അംഗസംഘടനകളാണ് ഫോമയ്ക്ക് കീഴിലുള്ളത്. നോർത്ത് അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചു കിടക്കുന്ന 12 റീജിയനുകളിലായി 84-ൽ പരം അംഗസംഘടനകളാണ് ഫോമയ്ക്കു കീഴിൽ ഉള്ളത്. കേരളത്തിൽ ആലുവ സ്വദേശിയായ ശ്രീ സൈജൻ 2007-ലാണ് മിഷിഗണിലെ ഡിട്രോയിറ്റിലേക്ക് കുടുംബസമേതം ചേക്കേറിയത്. ഏറെ വൈകാതെ തന്നെ ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷനിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹം ഇന്ന് അമേരിക്കൻ മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതനാണ്. സാംസ്കാരിക സാഹിത്യ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സൈജൻ
വിദേശ മലയാളികൾക്കിടയിൽ ഏറെ പ്രചാരമുള്ള ഫോമയുടെ സാഹിത്യ മാസികയായ അക്ഷര കേരളത്തിന്റെ മാനേജിംഗ് എഡിറ്ററായി നിലവിൽ സേവനം ചെയ്യുന്നു. 2020 അദ്ദേഹം തന്നെയാണ് ഇങ്ങനെയൊരു ആശയം ഫോമയിൽ കൊണ്ടുവരുന്നതും അതേ വർഷം നവംബർ 1 മാഗസിൻ നിലവിൽ വരുന്നതും. അതുകൂടാതെ DMAയുടെ ധ്വനി മാഗസിന്റെ ചീഫ് എഡിറ്റർ കൂടിയാണ്. അറിയപ്പെടുന്ന ഒരു കലാകാരൻ കൂടിയായ ശ്രീ സൈജൻ വ്യത്യസ്തങ്ങളായ പല നാടകങ്ങളും രചിച്ച് സംവിധാനം ചെയ്ത് അമേരിക്കൻ മലയാളികളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. ഫോമ ഇന്റർനാഷണൽ നാടക മത്സരങ്ങളിൽ 2020 മികച്ച ജനപ്രിയ നാടകം, 2022 മികച്ച നാടകം തുടങ്ങി പല പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. ചെറുപ്പകാലത്തു തന്നെ സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സൈജൻ ആഗോള സംഘടനയായ CLCയിലൂടെയാണ് ഈ രംഗത്ത് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് പല സംഘടനകളിലും പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഇദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറുമ്പോൾ ഏഷ്യാനെറ്റിന്റെ കീഴിലുള്ള ACFLAയുടെ മധ്യമേഖല സെക്രട്ടറിയായിരുന്നു. 2008 ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷനിലൂടെ അമേരിക്കയിൽ പ്രവർത്തനം ആരംഭിച്ച് പല സ്ഥാനങ്ങളും വഹിച്ച സൈജൻ 2016 DMA പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ ബോർഡ് ഓഫ് ട്രസ്റ്റ് സെക്രട്ടറിയാണ്. കൂടാതെ 2 വട്ടം ഡിട്രോയിറ്റ് സെന്റ് തോമസ് സീറോ മലബാർ ചർച്ച് ട്രസ്റ്റിയായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ഷിക്കാഗോ രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗമാണ്. ഇക്കാലയളവിലെല്ലാം തന്നെ ഇന്ത്യയിലെയും അമേരിക്കയിലും അനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും പങ്കാളിയാവുന്നതിനും സൈജൻ മുൻകൈയെടുത്തു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം തന്നാലാവുന്നത് സമൂഹത്തിനും സഹജീവികൾക്കും വേണ്ടി ചെയ്യുകയും സമൂഹത്തോടൊപ്പം നടക്കുകയും ചെയ്യുക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ മലയാളികൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം അണുവിട തെറ്റാതെ കാത്തു സൂക്ഷിക്കുമെന്ന് സൈജൻ അറിയിച്ചു. ശ്രീ സൈജൻ രജിസ്റ്റേർഡ് നേഴ്സായ ഭാര്യ മിനിയോടും മക്കളായ ഐലൻ റോസ്, ആഡൻ ജോ എന്നിവരോടൊപ്പം മിഷിഗണിലെ വിക്സത്തിൽ താമസിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. പുന്നക്കാനിയിൽ 8ാമത് ഫോമ നാഷണൽ കൺവെൻഷന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഫോമ സുവനീർ പ്രകാശനം ചെയ്തു. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസിൽ നിന്ന് കോപ്പി ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. സുവനീർ കമ്മിറ്റിയുടെ ചെയർമാനും ചീഫ് എഡിറ്ററുമായി പ്രവർത്തിച്ചത് അച്ഛൻ കുഞ്ഞു മാത്യുവാണ്. ഫോമ ചരിത്ര മുഹൂർത്തങ്ങൾ, ചെറുകഥ, കവിതകൾ, സമകാലീന സംഭവങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എന്നിവയെല്ലാം അതിൽപ്പെടുന്നു. ഉന്നത നിലവാരത്തിൽ തയ്യാറാക്കപ്പെട്ട മികച്ച പ്രിന്റിംഗോടെയാണ് സുവനീർ പുറത്തിറക്കിയത്. സുവനീർ കമ്മിറ്റിയുടെ ചെയർമാനും ചീഫ് എഡിറ്ററുമായി പ്രവർത്തിച്ചത് അച്ഛൻ കുഞ്ഞു മാത്യുവാണ്. എഡിറ്റോറിയൽ ബോർഡിൽ ബാബു ദേവസ്യ ഫ്ലോറിഡ, ബബ്ലു ചാക്കോ ടെന്നസി, ജോൺസൺ കണ്ണൂക്കാടൻ ഷിക്കാഗോ, ബിജു ചാക്കോ ന്യൂയോർക്ക്, സജു വർഗീസ് ഫിലാഡൽഫിയ, ഷാജി മിറ്റത്താനി ഫിലാഡൽഫിയ, സുരേഷ് നായർ ന്യൂയോർക്ക്, ദയാലു ജോസഫ് കാലിഫോർണിയ എന്നിവരായിരുന്നു. ഫോമ പ്രവർത്തകരും അമേരിക്കൻ മലയാളികളും എഴുതിയ വിവിധ കലാസാഹിത്യ സൃഷ്ടികൾ സുവനീറിൽ പ്രസിദ്ധീകരിച്ചു. ഫോമ ചരിത്ര മുഹൂർത്തങ്ങൾ, ചെറുകഥകൾ, കവിതകൾ, സമകാലീന സംഭവങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഉന്നത നിലവാരത്തിൽ തയ്യാറാക്കപ്പെട്ട് മികച്ച പ്രിന്റിംഗോടെയാണ് സുവനീർ പുറത്തിറക്കിയത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയ നോർത്ത് അമേരിക്കയിലെ ബെസ്റ്റ് മലയാളി അസോസിയേഷൻ അവാർഡിന് അർഹമായി. ഫോമയാണ് മങ്കയെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തത്. മങ്ക 40ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വർഷം തന്നെ ഈ അംഗീകാരം കിട്ടിയത് മങ്കയ്ക്ക് തികച്ചും അഭിമാനകരമാണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻഡാക്കാനയിൽ വെച്ച് നടന്ന ഫോമയുടെ 8ാം ഇന്റർനാഷണൽ കോൺഫറൻസിൽ വെച്ചാണ് ഈ അവാർഡ് ദാനച്ചടങ്ങ് നടന്നത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻഡാക്കാനയിൽ വെച്ച് നടന്ന ഫോമയുടെ 8ാം ഇന്റർനാഷണൽ കോൺഫറൻസിൽ വെച്ചാണ് ഈ അവാർഡ് ദാന ചടങ്ങ് നടന്നത്. മങ്ക പ്രസിഡന്റ് സുനിൽ വർഗീസിനൊപ്പം സെക്രട്ടറി പ്രിൻസ് നെച്ചിക്കാട്ട്, ട്രഷറർ മേരി ദാസൻ ജോസഫ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ജാസ്മിൻ ബരോൾ, വിൻസെന്റ് ബോസ് മാത്യു കൂടാതെ മങ്കയുടെ മുൻകാല ഭാരവാഹികളും ചേർന്നാണ് അവാർഡ് സ്വീകരിച്ചത്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ, യൂത്ത് പ്രോഗ്രാം, സ്ത്രീ ശാക്തീകരണം, സീനിയേഴ്സിനു വേണ്ടിയുള്ള വിവിധ പരിപാടികൾ, ജീവകാരുണ്യ സംരംഭങ്ങൾ എന്നിങ്ങനെ മങ്കയുടെ സമഗ്രമായ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഈ അവാർഡ് നൽകിയത്. മങ്കയ്ക്ക് ലഭിച്ച ഈ അംഗീകാരത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും മങ്കയ്ക്ക് ശക്തമായ അടിത്തറ പാകിയ മുൻകാല സാരഥികൾക്കും മങ്കയുടെ ഇപ്പോഴത്തെ ബോർഡ് മെമ്പേഴ്സിനും മങ്കയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചവർക്കും നോർത്തേൺ കാലിഫോർണിയയിലെ മുഴുവൻ മലയാളികൾക്കുമായി ഈ അവാർഡ് താൻ സമർപ്പിക്കുന്നുവെന്ന് പ്രസിഡന്റ് സുനിൽ വർഗീസ് പറഞ്ഞു. ഇനിയും മികവുറ്റ പ്രവർത്തനങ്ങൾ നോർത്തേൺ കാലിഫോർണിയ മലയാളികൾക്ക് മങ്ക കാഴ്ചവെക്കും. തിളക്കമാർന്ന ഈ അംഗീകാരത്തിന്റെ ആവേശത്തിലാണ് ടീം അംഗങ്ങൾ ഏവരും. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ.
ഡാളസ് കേരള അസോസിയേഷൻ മുൻ ഡയറക്ടർ ബോർഡ് അംഗവും അമേരിക്കൻ മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന എബ്രഹാം തെക്കേമുറിയുടെ ദേഹവിയോഗത്തിൽ കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് അനുശോചിച്ചു. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തെ അനുസ്മരിക്കുന്ന ഒരു ഗംഭീര പരിപാടി അസോസിയേഷൻ ഓഫ് ഇൻഡോ അമേരിക്കൻസും ബോളി 92.3യും ചേർന്ന് സംഘടിപ്പിച്ചു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻഡാക്കാനയിൽ നടത്തപ്പെട്ട ഫോമയുടെ 8ാമത്തെ അന്താരാഷ്ട്ര കൺവെൻഷനിൽ 1000-ലേറെ മലയാളികളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട ബെസ്റ്റ് കപ്പിൾ മത്സരത്തിൽ അറ്റ്ലന്റയിൽ നിന്നുമുള്ള കല്ലറക്കാണിയിൽ ജെയിംസും മെർലിനും വിജയികളായി. പുൻഡാക്കാനയിൽ വെച്ച് നടത്തിയ ഫോമയുടെ 8ാമത്തെ അന്താരാഷ്ട്ര കൺവെൻഷനിൽ അറ്റ്ലന്റയിൽ നിന്നുമുള്ള കവയത്രിയും എഴുത്തുകാരിയുമായ അമ്മു സഖറിയയെ വിമൻസ് എംപവർമെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ഫോമയുടെ 8ാമത് അന്താരാഷ്ട്ര കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫ് അക്ഷര കേരളം മാനേജിംഗ് എഡിറ്റർ സൈജൻ കണിയോടിക്കലിൽ നിന്ന് മാസികയുടെ അച്ചടി പതിപ്പ് സ്വീകരിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തു. അമേരിക്കൻ മലയാളികളുടെ അഭിമാന പ്രസ്ഥാനമായ ഫോമയുടെ 8ാമത് അന്തർദേശീയ കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന വാശിയേറിയ ഇലക്ഷനിൽ ഫോമയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി മിന്നും വിജയം കരസ്ഥമാക്കിയ ശേഷം പുൻഡാക്കാനയിലെ ഫോമ കൺവെൻഷൻ സെന്ററിൽ നിന്നും വാസസ്ഥലമായ ഫിലാഡൽഫിയയിൽ തിരിച്ചെത്തിയ ഫിലാഡൽഫിയ മലയാളികളുടെ അഭിമാന താരം ഷാലു പുന്നൂസിന് ഫിലാഡൽഫിയ മലയാളികളുടെ പ്രിയങ്കരനായ സുനോജ് മല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ വലയം ഫിലാഡൽഫിയ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ സംയുക്തമായി സ്കൂൾ സപ്ലൈ ഡ്രൈവ് സംഘടിപ്പിച്ചു. ഫോമ ഇന്റർനാഷണൽ കൺവെൻഷനിൽ ഫോമ സ്റ്റാർ അവാർഡ് സ്റ്റേൺ റീജിയനിൽ നിന്നുള്ള റിയാന ഡാനിഷും ഫോമ സ്റ്റാർ കിൻഡർ അവാർഡ് റയൻ ഡാനിഷും കരസ്ഥമാക്കി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് പേക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.